കോൾബർഗിന്റെ ധാർമ്മിക വികസന സിദ്ധാന്തം, കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്. Hello everyone. In the last class, we discussed Jean Piaget's theory of cognitive development in detail. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജീൻ പിയാഷെയുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്തം വിശദമായി ചർച്ച ചെയ്തു. Now we are going to study the next major topic in developmental psychology, Kohlberg's theory of moral development. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വികസന മനഃശാസ്ത്രത്തിലെ മറ്റൊരു പ്രധാന വിഷയമാണ്, കോൾബർഗിന്റെ ധാർമ്മിക വികസന സിദ്ധാന്തം. Kohlberg worked further on Piaget's theory by explaining the development of moral reasoning in children as well as adults. പിയാഷെയുടെ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി കുട്ടികളിലെയും മുതിർന്നവരിലെയും ധാർമ്മിക യുക്തിയുടെ moral reasoning വികസനം കോൾബർഗ് വിശദീകരിച്ചു. He identified 3 major levels of moral development, which are further divided into 6 stages. അദ്ദേഹം ധാർമ്മിക വികസനത്തിന്റെ 3 പ്രധാന തലങ്ങൾ തിരിച്ചറിഞ്ഞു. ഇവയെ 6 ഘട്ടങ്ങളായി വീണ്ടും വിഭജിച്ചിരിക്കുന്നു. 1. Pre-conventional level. This level is usually seen at the primary and elementary school age. ഈ തലം സാധാരണയായി സ്കൂളുകളിലെ പ്രൈമറി, എലിമെന്ററി തലങ്ങളിലാണ് സംഭവിക്കുന്നത്. Morality at this level is entirely controlled by external factors. ഈ തലത്തിൽ ധാർമ്മികത പൂർണ്ണമായും ബാഹ്യമായി നിയന്ത്രിക്കപ്പെടുന്നു. സ്റ്റേജ് 1. Obedience and punishment orientation. അനുസരണവും ശിക്ഷാ മനോഭാവവും. In this stage, children follow rules to avoid punishment by adults. ഈ ഘട്ടത്തിലെ കുട്ടികൾ മുതിർന്നവരുടെ ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി നിയമങ്ങൾ പാലിക്കുന്നു. They believe the worse the punishment for the act is, the more bad the act is understood to be. പ്രവൃത്തിക്കുള്ള ശിക്ഷ എത്ര മോശമാണോ അത്രത്തോളം ആ പ്രവൃത്തി മോശമായി കണക്കാക്കപ്പെടുന്നു. Example: a child refuses to skip school because he knows that he would get punished by the teacher or parents. ഉദാഹരണത്തിന്, ശിക്ഷിക്കപ്പെടുമെന്നറിയുന്നത് കൊണ്ട് കൂട്ടുകാർ വിളിച്ചാലും കുട്ടി സ്കൂൾ ഒഴിവാക്കാൻ വിസമ്മതിക്കുന്നു. സ്റ്റേജ് 2. സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് റിവാർഡ് ഓറിയന്റേഷൻ. സ്വയം താൽപര്യവും പ്രതിഫല മനോഭാവവും. കറക്റ്റ് ബിഹേവിയർ ഈസ് അണ്ടർസ്റ്റുഡ് ആസ് വാട്ട് എവർ ദ ചൈൽഡ് ബിലീവ്സ് ടു ബി ഇൻ ദെയർ ബെസ്റ്റ് ഇൻട്രസ്റ്റ്. ഈ ഘട്ടത്തിൽ കുട്ടിയുടെ ഏറ്റവും മികച്ച താൽപര്യത്തിനനുസരിച്ചുള്ള പെരുമാറ്റമാണ് ശരിയായ പെരുമാറ്റം എന്ന് മനസ്സിലാക്കുന്നു. Children follow rules primarily to get the rewards they are expecting. This is often an I scratch your back, you scratch mine approach. നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ അവർ പ്രതീക്ഷിക്കുന്ന പ്രതിഫലം നേടുന്നതിനായി കുട്ടികൾ നിയമങ്ങൾ അനുസരിക്കുന്നു. Example: when the parents offer extra money to buy toffees, if the child goes to buy something from the nearby shop, the child is motivated by self-interest. ഉദാഹരണത്തിന്, അടുത്തുള്ള കടയിൽ നിന്ന് സാധനം വാങ്ങാൻ പോയാൽ ടോഫികൾ വാങ്ങാൻ അധിക പണം നൽകാമെന്ന് പറയുമ്പോൾ കുട്ടിക്ക് സ്വയം താൽപര്യത്താൽ അത് ചെയ്യാൻ പ്രചോദനമാകുന്നു. 2. Conventional level. This level appears during adolescence and young adulthood. ഇത് കൗമാരത്തിലും യുവത്വത്തിലുമാണ് സാധാരണയായി കാണപ്പെടുന്നത്. Morality is characterized by an acceptance of society's conventions concerning right and wrong. ശരിയും തെറ്റും സംബന്ധിച്ച സമൂഹത്തിന്റെ കൺവെൻഷനുകൾ, സാമൂഹിക രീതികൾ, പാരമ്പര്യങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയാണ് ധാർമ്മികത ഇവിടെ രൂപപ്പെടുന്നത്. സ്റ്റേജ് 3. ഗുഡ് ബോയ്, ഗുഡ് ഗേൾ ഓറിയന്റേഷൻ. നല്ല കുട്ടി മനോഭാവം. പേഴ്സൺസ് അറ്റ് ദിസ് സ്റ്റേജ് ട്രൈ ടു കൺഫോം ടു സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് ടു ഗെയിൻ അപ്രൂവൽ ഫ്രം അതേഴ്സ്. ഈ ഘട്ടത്തിലെ വ്യക്തികൾ മറ്റുള്ളവരിൽ നിന്നുള്ള അംഗീകാരം നേടുന്നതിനായി സാമൂഹിക നിലവാരങ്ങൾ പാലിക്കാൻ ശ്രമിക്കുന്നു. They try to be a good boy or good girl to live up to these expectations because they have learned that being regarded as good benefits them. നല്ലവനായി കണക്കാക്കപ്പെടുന്നത് തങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് പഠിച്ചതിനാൽ ഈ പ്രതീക്ഷകൾക്കൊത്ത് ജീവിക്കാൻ അവർ നല്ല കുട്ടിയാകാൻ ശ്രമിക്കുന്നു. Example: a teenager avoids littering in public places not because of a law but because they want their friends and teachers to think they are a responsible person. ഉദാഹരണത്തിന്, നിയമം ലംഘിക്കുമെന്ന ഭയം കൊണ്ടല്ല, മറിച്ച് കൂട്ടുകാർക്കും മുതിർന്നവർക്കും മുന്നിൽ ഒരു നല്ല വ്യക്തിയായി ഇരിക്കാൻ വേണ്ടി ഒരു കൗമാരക്കാരൻ പൊതുവഴിയിൽ മാലിന്യം ഇടാതിരിക്കുന്നത്. സ്റ്റേജ് 4. ലോ ആൻഡ് ഓർഡർ മൊറാലിറ്റി. നിയമവും ക്രമവും. Persons understand that it is important to obey laws and social conventions because they are essential for the proper functioning of society. സമൂഹത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് നിയമങ്ങളും സാമൂഹിക കൺവെൻഷനുകളും അനുസരിക്കേണ്ടത് പ്രധാനമാണെന്ന് ഈ ഘട്ടത്തിലെ വ്യക്തികൾ മനസ്സിലാക്കുന്നു. This goes beyond the need for individual approval exhibited in stage 3. The focus is on maintaining the social order. ഇത് സ്റ്റേജ് 3 വ്യക്തിഗത അംഗീകാരത്തിന്റെ ആവശ്യകതയെ മറികടക്കുന്നു. സാമൂഹിക ക്രമം നിലനിർത്തുന്നതിലാണ് ഇവിടെ ശ്രദ്ധ. A person drives within the speed limit not just to avoid a fine, but because they believe traffic laws are necessary to prevent chaos and ensure safety for everyone. ഉദാഹരണത്തിന്, പിഴ ഒഴിവാക്കാൻ മാത്രമല്ല, അരാജകത്വം തടയാനും എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാനും ട്രാഫിക് നിയമങ്ങൾ അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്നതിനാൽ ഒരു വ്യക്തി വേഗപരിധിയിൽ വാഹനം ഓടിക്കുന്നു. Most active members of society remain in this stage 4, where morality is still mainly determined by an external force, laws.
സമൂഹത്തിലെ സജീവ അംഗങ്ങളിൽ ഭൂരിഭാഗവും ഈ സ്റ്റേജ് 4 തുടരുന്നു. ഇവിടെ ധാർമ്മികത ഇപ്പോഴും പ്രധാനമായും ഒരു ബാഹ്യശക്തിയാൽ, നിയമങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്നു. 3. പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. ദിസ് ഈസ് സംടൈംസ് കോൾഡ് ദ പ്രിൻസിപ്പൽ ലെവൽ. ഇതിനെ ചിലപ്പോൾ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള തലം എന്നും വിളിക്കാറുണ്ട്. Morality is controlled by the individual's own perspective and principles, which may be preferred over society's view. ഈ സമയത്ത് ധാർമ്മികത വ്യക്തിയുടെ സ്വന്തം കാഴ്ചപ്പാടുകളും തത്വങ്ങളുമാണ് നിയന്ത്രിക്കുന്നത്. ഇത് സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനേക്കാൾ മുൻഗണന നൽകപ്പെടാം. സ്റ്റേജ് 5. സോഷ്യൽ കോൺട്രാക്ട് ഓറിയന്റേഷൻ. സാമൂഹിക കരാർ മനോഭാവം. Laws are regarded as social contracts rather than rigid rules, meant to ensure the greatest good for the greatest number of people. നിയമങ്ങളെ കർശനമായ നിയമങ്ങളായിട്ടല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം നൽകുന്നതിനായി ഉണ്ടാക്കിയ സാമൂഹിക കരാറുകളായിട്ടാണ് കണക്കാക്കുന്നത്. If a law does not serve the common welfare, this thinking suggests it should be changed through democratic procedures. ഒരു നിയമം പൊതുവായ ക്ഷേമത്തിന് ഊന്നൽ നൽകാത്ത പക്ഷം അത് ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെ മാറ്റണമെന്ന് ഈ തലത്തിലെ ചിന്താഗതി പറയുന്നു. Example: supporting a peaceful protest to change a deeply unfair law, even though the act of protesting might technically break a minor local ordinance. ഉദാഹരണത്തിന്, തികച്ചും അന്യായമായ ഒരു നിയമം മാറ്റുന്നതിനായി ചെറിയ പ്രാദേശിക നിയമങ്ങൾ ലംഘിക്കേണ്ടി വന്നാലും സമാധാനപരമായ ഒരു പ്രതിഷേധത്തെ പിന്തുണയ്ക്കുന്നത്. സ്റ്റേജ് 6. യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓറിയന്റേഷൻ. സാർവത്രിക ധാർമ്മിക തത്വ മനോഭാവം. At this final stage, moral reasoning is based on abstract reasoning using universal ethical principles like justice, dignity and equality. ഈ ഘട്ടത്തിൽ നീതി, വ്യക്തിപരമായ അന്തസ്, സമത്വം തുടങ്ങിയ സാർവത്രിക ധാർമ്മിക തത്വങ്ങൾ ഉപയോഗിച്ചുള്ള അമൂർത്തമായ യുക്തിയെ ആബ്സ്ട്രാക്ട് റീസണിംഗ് അടിസ്ഥാനമാക്കിയാണ് ധാർമ്മിക ചിന്ത. Laws are valid only if they are justified and may be disobeyed if they are unjust, regardless of punishment or agreement. നിയമങ്ങൾ ന്യായീകരിക്കപ്പെട്ടാൽ മാത്രമേ സാധുതയുള്ളൂ. അന്യായമാണെങ്കിൽ ശിക്ഷയെ ഭയക്കാതെ അവയെ ധിക്കരിക്കാം. The individual acts because it is fundamentally right and not because it avoids punishment or is legal. ശിക്ഷ ഒഴിവാക്കാനോ നിയമപരമായിരിക്കാനോ വേണ്ടിയല്ല, മറിച്ച് അത് അടിസ്ഥാനപരമായി ശരിയായതുകൊണ്ട് മാത്രമാണ് വ്യക്തി പ്രവർത്തിക്കുന്നത്. However, very few people reach this stage of moral development in their lives. എങ്കിലും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ജീവിതത്തിൽ ഈ ധാർമ്മിക വികസന ഘട്ടത്തിൽ എത്തുന്നുള്ളൂ. സിദ്ധാന്തത്തിന്റെ വിമർശനങ്ങൾ. Criticisms of the theory. It is important for CTET students to know the major criticism of this theory. ഈ സിദ്ധാന്തത്തിന്റെ പ്രധാന വിമർശനം CTET വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. The most famous criticism came from Carol Gilligan, a student of Kohlberg. കോൾബർഗിന്റെ വിദ്യാർത്ഥിയായിരുന്ന കാറോൾ ഗില്ലിഗൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഉന്നയിച്ചത്. She argued that Kohlberg's theory did not adequately consider the moral development of women, as his research mainly focused on men. അവരുടെ ഗവേഷണം പ്രധാനമായും പുരുഷന്മാരിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും കോൾബർഗിന്റെ സിദ്ധാന്തം സ്ത്രീകളുടെ ധാർമ്മിക വികസനത്തെ വേണ്ടത്ര പരിഗണിച്ചില്ലെന്നും അവർ വാദിച്ചു. Gilligan suggested that female moral reasoning often prioritizes care and relationships, the ethics of care, over the abstract concept of justice, the ethics of justice. സ്ത്രീകളുടെ ധാർമ്മിക യുക്തി പലപ്പോഴും അമൂർത്തമായ നീതിയേക്കാൾ ജസ്റ്റിസ് ബന്ധങ്ങൾക്കും പരിപാലനത്തിനും കെയർ ആൻഡ് റിലേഷൻഷിപ്സ് പ്രാധാന്യം നൽകുന്നുവെന്നും ഗില്ലിഗൻ ചൂണ്ടിക്കാട്ടി. We have now covered Kohlberg's 3 levels and 6 stages of moral development, along with the key criticisms. നമ്മൾ കോൾബർഗിന്റെ 3 തലങ്ങളും 6 ഘട്ടങ്ങളും അതുപോലെ പ്രധാന വിമർശനങ്ങളും ഇപ്പോൾ വിശദമായി ചർച്ച ചെയ്തു. Make sure you understand the difference between each stage, especially the distinction between stage 3 and stage 4, as this is frequently asked in CTET and other competitive exams. ഓരോ ഘട്ടങ്ങളും തമ്മിലുള്ള വ്യത്യാസം, പ്രത്യേകിച്ച് സ്റ്റേജ് 3ഉം സ്റ്റേജ് 4ഉം തമ്മിലുള്ള വേർതിരിവ് കൃത്യമായി മനസ്സിലാക്കുക. കാരണം ഇത് CTET പോലുള്ള പരീക്ഷകളിൽ പതിവായി ചോദിക്കുന്ന ഒരു ഭാഗമാണ്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾ ഓരോരുത്തരും CTET പോലുള്ള ഒരു വലിയ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം കേവലം ഒരു പരീക്ഷ പാസ്സാകുക എന്നതിലുപരി ഒരു മികച്ച അധ്യാപകനാവുക എന്നതാണ്. ഈ യാത്രയിൽ നിങ്ങൾ കാണിക്കുന്ന ഓരോ പരിശ്രമത്തിനും വലിയ മൂല്യമുണ്ട്. നമ്മൾ ഇന്ന് പഠിച്ച കോൾബർഗിന്റെ ധാർമ്മിക വികസന സിദ്ധാന്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്ലാസ് മുറിയിലെ നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥയെയും വളർച്ചയെയും അടുത്തറിയാൻ നിങ്ങളെ സഹായിക്കും. ഓരോ ഘട്ടത്തെയും നിങ്ങൾ കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കിയതുപോലെ പരിശ്രമത്തിന്റെ ഓരോ ഘട്ടത്തെയും വേർതിരിച്ച് പൂർണ്ണമായ ശ്രദ്ധയോടെ മുന്നോട്ടു പോകുക. ഓർക്കുക, വിജയം എന്നത് ഒരൊറ്റ കുതിച്ചുചാട്ടമല്ല, അത് ഓരോ ദിവസത്തെയും ചെറിയ പരിശ്രമങ്ങളുടെയും സ്ഥിരതയുടെയും ആകത്തുകയാണ്. പഠനയാത്രയിൽ നിങ്ങൾ കാണിക്കുന്ന ഈ അർപ്പണബോധം നിങ്ങളെ നാളത്തെ മികച്ച അധ്യാപകരായി രൂപപ്പെടുത്തും. നിങ്ങളുടെ ആത്മവിശ്വാസം മുറുകെ പിടിക്കുക. ഓരോ വിഷയത്തെയും ആഴത്തിൽ മനസ്സിലാക്കുക. നിങ്ങളുടെ പരിശ്രമം ഫലം കാണട്ടെ. പരീക്ഷയിൽ നിങ്ങൾ ഉയർന്ന വിജയം നേടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.